ഇപ്പോൾ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന കേസിലെ പ്രതി സ്ത്രീ, അമ്മയായ സ്ത്രീ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. മൊത്തത്തിൽ ഇതിനകത്തൊരു പോക്സോ എലമെൻ്റൊക്കെ ഉള്ളത് കാരണമാണ് അതിനെ പൂർണ്ണാർത്ഥ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്തത്. തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ പറയുന്ന ഈ സ്ഥലത്ത് മുഴുക്കുളം പുഴയുടെ ഭാഗത്ത് കുഞ്ഞിനെ എറിഞ്ഞ ഭാഗത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തും. അതിനിടയിലാണ് ഈ പറയുന്ന അച്ഛൻ്റെ അടുത്ത ബന്ധു കുഞ്ഞിനെ വർഷങ്ങളായി പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിന് ഒരുമിച്ചിരുത്തിയൊക്കെയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വേണം. എന്തായാലും ഇപ്പോഴും ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നറിഞ്ഞ ഈ സ്ത്രീ മാനസികമായി തളർന്ന നിലയിലാണ് എന്നൊക്കെ പോലീസ് പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, എവിടെയൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കും? വീട്ടിൽ കൊണ്ടുപോകും, പിന്നെ ഈ മുഴുക്കുളത്ത് ആ ഭാഗത്ത് കൊണ്ടുപോകുമോ വിഷ്ണു? ഹാഷ്മി, നിലവിൽ മൂഴിക്കുളം പാലത്തിന്റെ ഭാഗത്തായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പാലത്തിന് മുകളിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും സുപ്രധാനമായ തെളിവെടുപ്പും ഈ പാലത്തിൽ വെച്ചുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആദ്യം എത്തി തെളിവെടുപ്പ് നടത്താവുന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. അവിടെ എത്തിച്ച ശേഷം അവിടെ ഇവർ ഈ കുട്ടിയെ എറിഞ്ഞ സ്ഥലത്തും അതോടൊപ്പം ഇവർ ബസ് കയറിയ സ്ഥലത്തും ഒരുപക്ഷെ ഇന്ന് തെളിവെടുപ്പുണ്ടാകും. 5 ദിവസത്തേക്കാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഇവരെ അംഗനവാടിയിലടക്കം എത്തിച്ച് തെളിവെടുക്കുക അടുത്ത ദിവസമായിരിക്കും. ഒപ്പം ആലുവ മണപ്പുറത്തും ഇവർ കുട്ടിയുമായി എത്തിയെന്ന ഒരു മൊഴിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവിടെയും എത്തിച്ച തെളിവെടുപ്പ് നടത്തും. ഈ മർഡർ ബന്ധപ്പെട്ടുള്ള ചാർജ് ഷീറ്റൊക്കെ ഉടൻ ഫയൽ ചെയ്യേണ്ടതുണ്ട് പോലീസിന്. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ നടപടികൾ പുരോഗമിക്കുന്നത്. സാധാരണഗതിയിൽ കൊലപാതക കേസിൽ 5 ദിവസം കസ്റ്റഡി ഉണ്ട് എങ്കിൽ അത് 5-ാം ദിവസമൊക്കെയാണ് തെളിവെടുപ്പ് നടത്താറുള്ളത്. പക്ഷേ ഇതിലൊരു അസാമാന്യ വേഗം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം അത്തരത്തിലൊരു തീരുമാനം. ഇപ്പോൾ അമ്മയുമായി അന്വേഷണ സംഘം ചെങ്ങമനാട് പോലീസ് മൂഴിക്കുളത്തെ പാലത്തിലേക്കാണ് പോയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കുഞ്ഞിനെ 3 മണിയോടുകൂടി അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നീട് അവിടെ നിന്ന് 7 മണിയോടുകൂടി ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുന്നത്. ആദ്യം ഇതൊരു മിസ്സിംഗ് കേസായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മിസ്സിംഗ് കേസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പിന്നീട് പുത്തൻകുരിശ് പോലീസിന് പരാതി എത്തുന്നു. പരാതി എത്തുന്ന ഘട്ടത്തിലാണ് അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അമ്മ ആദ്യം പറയുന്നത് മകൾ തൻ്റെ ഒപ്പം എവിടെയോ തിരക്കിൽപ്പെട്ടു പോയി എന്നാണ്. എന്നാൽ പിന്നീട് പോലീസ് CCTV-കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആദ്യം ലഭിക്കുന്ന CCTV-കളിലൊക്കെ അമ്മയ്ക്കൊപ്പം ഈ കുഞ്ഞുണ്ട്, അമ്മയോടൊപ്പം ചേർന്ന് ഈ കുഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു 7:30യോടുകൂടി ഈ മൂഴിക്കുളത്ത് നിന്ന് ഒരു ബസ്സിൽ ഇറങ്ങുന്ന CCTV, ആ CCTV-യിൽ അമ്മയ്ക്കൊപ്പം കുഞ്ഞില്ല. ഇങ്ങനെ ഈ CCTV വെച്ചാണ് അമ്മയോട് ചോദിക്കുന്നത്, ഈ CCTV-യിൽ മകളില്ലല്ലോ, മകൾക്ക് എന്തു പറ്റി, നിങ്ങൾ മകളെ എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ വ്യക്തമാക്കുന്നത് താൻ മകളെ കൊലപ്പെടുത്തി, മകളെ ഈ പാലത്തിന് മുകളിൽ നിന്ന് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. തനിക്കും ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നമാണ്. തന്നെ ഈ കുടുംബത്തെ, തൻ്റെ ഭർത്തൃ വീട്ടുകാർ ഒറ്റപ്പെടുത്തി, മകളെ തന്നിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമുണ്ടായി. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു സംഘടന എന്ന രീതിയിൽ താൻ മകളെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി. അങ്ങനെ ആ തെരച്ചിൽ ഏകദേശം ഒരു 6 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിൽ 1.5 മണിക്കൂറോളം നീണ്ട 6 മണിക്കൂറോളം നീണ്ട അന്വേഷണവും 1 മണിക്കൂർ ആ പുഴയിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ആ പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. പിന്നീട് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോഴാണ് വളരെ സങ്കടപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന, അതിക്രൂരമായ ഒരു വിവരം പുറത്തു വന്നത്. ആ കുഞ്ഞ് 2.5 വയസ്സ് മുതൽ പീഡനത്തിനിരയായിരുന്ന, അങ്ങനെ അമ്മയോട് ഈ പീഡനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അവരോട് ചോദിച്ചു ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഈ കുട്ടിയുമായി ഇടപഴകിയ ബന്ധുക്കൾ ആരൊക്കെയെന്ന്. അങ്ങനെ അമ്മയാണ് 2 സഹോദരങ്ങൾ, അച്ഛൻ്റെ 2 സഹോദരങ്ങളാണ് ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം, അവരുമായാണ് ഏറ്റവും അടുത്ത് ഇടപഴകുന്നതെന്ന മൊഴി ലഭിക്കുന്നത്. അങ്ങനെ ആലുവ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ 2 സഹോദരന്മാരെയും ചോദ്യം ചെയ്തു. അതിൽ ഒരാൾക്ക് പങ്കില്ല, മൂത്ത സഹോദരന് പങ്കില്ല എന്ന് വ്യക്തമായി. രണ്ടാമത്തെ സഹോദരനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിന്നിരുന്നു. അയാളെ ഒറ്റയ്ക്കിരുത്തി 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഈ 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. താൻ ഈ കുട്ടിയെ 2.5 വയസ്സ് മുതൽ പീഡിപ്പിച്ചിരുന്നു, 1.5 വർഷം നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു, ഏറ്റവും ഒടുവിൽ കുട്ടിയെ കാണാതായ ദിവസം പോലും, തിങ്കളാഴ്ച പോലും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ പ്രതി മൊഴി നൽകിയത്. ഈ കുട്ടിക്ക് ഈ തന്നോടുണ്ടായ സ്നേഹവും വാത്സല്യവും, അല്ലെങ്കിൽ കുട്ടിയോട് തനിക്കുണ്ടായ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റാർക്കും ഒരു തരത്തിലുള്ള സംശയവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. കുട്ടി തനിക്കൊപ്പം പല ദിവസങ്ങളിലും കിടന്നുറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം പല ഘട്ടങ്ങളിലും വീടുകളിൽ ആളില്ലാത്ത സമയത്തൊക്കെ താനാണ് കുട്ടിയെ നോക്കിയിരുന്നത്. ഈ സാഹചര്യങ്ങളിലൊക്കെ മുതലെടുത്തുകൊണ്ടായിരുന്നു പീഡനം എന്നാണ് ഈ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. വളരെ
ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴിയാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ പീഡനവും അതോടൊപ്പം തന്നെ ഈ കൊലപാതകവുമായി ഒരു കണക്ഷൻ ഉണ്ടോ, ഒരു ലിങ്ക് ഉണ്ടോ എന്നാണ്. എന്നാൽ ഇതുവരെ അത് സാധൂകരിക്കുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഈ പീഡന വിവരം അമ്മക്കറിയുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇനി വന്നിട്ടില്ല. അമ്മ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ വിവരം പറയുമ്പോൾ ഒരു നിസ്സംഗഭാവം മാത്രമാണ് പറഞ്ഞത്. തനിക്കിത് അറിയാമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോലീസ് പറയുന്ന അമ്മക്കറിയില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ 5 ദിവസത്തെ കസ്റ്റഡി ഉണ്ട്. ഈ പോക്സോ കേസിലെ പ്രതിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അപ്പോൾ ഇരുവരെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ഇതുവരെ അതായത് നിലവിലെ കേസിന്റെ സ്റ്റേറ്റസ് അനുസരിച്ച് ഇത്തരത്തിൽ ഈ പീഡന വിവരം അമ്മക്കറിയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനമുള്ളത്.